പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. മറ്റൊരു കത്ത് വായിച്ച് കേൾക്കാം. നമ്മൾ ആദ്യം കേട്ട കത്തിനകത്ത് കർത്താവ് ഒരു ക്യാൻസർ രോഗിയെ സുഖപ്പെടുത്തിയ സാക്ഷ്യം കിട്ടും. മറ്റൊരു കത്ത് ചേർത്തലിൽ നിന്ന് റീന ടോമി എന്ന ഒരു സഹോദരി എഴുതിയ കത്താണ്. അതിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ മോളുടെ മുൻനിരയിലുള്ള താഴത്തെ 2 പല്ലുകളുടെ ഇടയിൽ ഒരകൽച്ച ഉണ്ടായി. അതൊരു പല്ലിന് ഇളക്കമുണ്ടാവുകയും ചെയ്തു. ഒരു ദന്തസ്ഥനെ കാണിച്ചു. അപ്പോൾ ഇളകുന്ന പല്ല് എടുത്ത് മാറ്റേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ വളരെയധികം വേദനിച്ചിരിക്കുന്ന സമയത്താണ് നൈറ്റ് വിജിൽ കാണാനിടയായത്. ആരാധനയുടെ സമയത്ത് പല്ലെടുത്ത് മാറ്റാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കണമേ എന്ന് ഞങ്ങൾ വേദനയോടെ കർത്താവിന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് പല്ലെടുക്കാതെ തന്നെ കർത്താവ് എൻ്റെ മോളെ സുഖപ്പെടുത്തി. യേശുവിന് 1000 നന്ദി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചിലപ്പോൾ വളരെ നിസ്സാരമായൊരു സാക്ഷ്യമായിരിക്കും. പക്ഷേ ഓർക്കുക, ഒരു അമ്മയുടെ വേദന കർത്താവ് കണ്ടു. നമുക്കൊരു പെൺകുട്ടിയുടെ മുൻനിരയിലെ പല്ലെടുത്ത് കളഞ്ഞാലുള്ള ദുരിതം ഇത് കർത്താവ് കണ്ടു. അവളുടെ പ്രാർത്ഥന കേട്ട്, അവളുടെ വേദന കണ്ട് ആ രാത്രിയിൽ, ആ നൈറ്റ് വിജിൽ രാത്രിയിൽ ആ പ്രശ്നത്തെ കർത്താവ് പരിഹരിച്ചു. ആ ഈശോ ഇന്ന് നിന്റെ ഭവനത്തിലുണ്ട്, നിന്റെ അടുത്തുണ്ട്. അതിനാൽ നിന്റെ വേദനയിലേക്ക് കടന്നു വന്ന് നിന്നെ കർത്താവ് അനുഗ്രഹിക്കാൻ പോവുകയാണ്. തുടർന്നുള്ള സമയങ്ങളിൽ നാം എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ്. കർത്താവിന് ശക്തിയും കൃപയും ഇറങ്ങുന്ന ദൈവം പ്രവർത്തിക്കുന്ന സമയം. ഹല്ലേലൂയ. ഇത് നമ്മെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകരായ OM പ്രകാശ്, ഡൊമിനിക് സാവിയോ ഇവരോട് ചേർന്ന് എല്ലാം മറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. കർത്താവിന്റെ കൃപ സമൃദ്ധമായി ഒഴുകട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പിതാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ഈ രാത്രിയിൽ ആരാധിക്കുന്നു. കുടുംബസമേതം അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് പരമപരിശുദ്ധനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് സർവാധിപനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ചലിക്കുന്ന അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. ഹല്ലേലൂയ. സ്വതന്ത്രമായി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ച് നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് സ്തുതിക്കാൻ പോകുന്ന സമയമാണിത്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്നതാണ്. കർത്താവ് എന്ന വാക്കിന് രക്ഷകൻ, പ്രഭു, രാജാവ് എന്നൊക്കെ അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. സർവാധിപൻ. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ, സർവാധിപനായ ദൈവത്തെ വിളിച്ച് ആ നാമം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അശക്തൻ ശക്തനായി മാറും. രോഗി സൗഖ്യമുള്ളവനായി മാറും. തളർന്നവൻ ബലമുള്ളവനായി മാറും. പ്രിയപ്പെട്ടവരെ, കണ്ണുനീര് മാറ്റപ്പെടും. സന്തോഷം കുടുംബങ്ങളിൽ കുടികൊള്ളാൻ തുടങ്ങും. ആനന്ദം വ്യക്തികളിൽ കുടികൊള്ളാൻ തുടങ്ങും.
അത് ഈ നാമത്തിന്റെ ശക്തിയാണ്. അത് ഈ നാമത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുക, നമ്മൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായൊരു കാര്യമല്ല. സ്വർഗത്തിലെ മാലാഖമാരോട്, സർവ വിശുദ്ധ ഗണങ്ങളോട് നമ്മൾ ചേർന്ന് സ്വർഗത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. സ്വർഗത്തിലെ പരിപാടി ദൈവത്തെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ദൈവം ആരാണെന്നിങ്ങനെ ഏറ്റുപറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. അത് ഇന്ന് നമ്മുടെ ഭവനത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അത് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിവിധ മേഖലകളിലും പ്രകടമാകാൻ പോവുകയാണ്. കാരണം നമ്മൾ മരിച്ചു മണ്ണടിഞ്ഞൊരു ദൈവത്തെ അല്ല ആരാധിക്കുക. പ്രത്യുത ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവനോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവനിൽ നിന്ന് ശക്തി പുറപ്പെടാൻ തുടങ്ങും. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഭവനം നിറയാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഇത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തെ നമ്മൾ ഇന്ന് പാടി ആരാധിക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും പരിചിതമായൊരു ഗാനമാണ്, ഒത്തിരി പഴക്കമുള്ളൊരു പാട്ട്. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞപ്പോൾ. ആ പാട്ടിന്റെ വരികൾ നമുക്കെല്ലാവർക്കും അറിയാം. എൻ്റെ പ്രിയ സഹോദരന്മാരെ, കുടുംബങ്ങളിൽ നിങ്ങൾ ഭക്തിപൂർവ്വം ആ വരികൾ അർത്ഥം മനസ്സിലാക്കി ഗായക സംഘത്തോടൊപ്പം പാടി ആരാധിക്കണം. അത്ഭുതങ്ങൾ നടക്കും. കിടക്കയിൽ കിടക്കുന്നവൻ എഴുന്നേറ്റോടാൻ തുടങ്ങും. കാൽമുട്ട് മടങ്ങാത്തവന്റെ കാൽമുട്ട് മടങ്ങും. കണ്ണു കാണാൻ പറ്റാത്തവന്റെ കണ്ണുകൾ തുറക്കപ്പെടും. കൈ ഉയർത്താൻ പറ്റാത്തവന്റെ കൈ ഉയർത്തപ്പെടും. പ്രിയപ്പെട്ടവരെ, എല്ലാ മാരക രോഗങ്ങളും വിട്ടുമാറുന്ന വലിയ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളിലാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ വലിയ വിശ്വാസത്തോടെ ആ വരികൾ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. യെരമ്യാ പ്രവചനം 31:16 പറയുന്നു, കണ്ണുനീർ തുടയ്ക്കുക, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. നമ്മളിപ്പോൾ കണ്ണുനീര് തുടച്ച് ദൈവത്തെ പാടി ആരാധിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഭവനമാകെ നിറയുന്നതിന് ഓർത്ത് നന്ദി പറയുക. ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ രോഗാവസ്ഥകൾ വിടുതൽ പ്രാപിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. അത്ഭുതങ്ങളുടെ ദൈവമേ, വിശ്വാസത്തെ ഞങ്ങൾ പാടി ആരാധിക്കുമ്പോൾ ഇത് സംഭവിക്കുക തന്നെ ചെയ്യുന്ന ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ് കർത്താവേ, ഉറപ്പാണ്. ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവരൻ കാര്യം നടത്തിത്തരും.
സ്പർശിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിടുതലിന്റെ വലിയ അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീര് തുടച്ചു മാറ്റണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. യാക്കോബ് 4:8, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിന്നോട് ചേർന്ന് നിൽക്കും. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിന്നോട് ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കാം, ദൈവത്തിൽ ഹൃദയം ഉറപ്പിക്കാം. യെശയ്യാ പ്രവചനം 26:3, അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ സമാധാനത്തിന് തികവിൽ അവിടുന്ന് നയിക്കുന്നു. അതെ, സമാധാനത്തിന് തികവ് ഇന്ന് കുടുംബം പ്രാപിക്കാൻ പോവുകയാണ്. ആമേൻ, 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 ആമേൻ. ഗ്ലോറി, ഗ്ലോറി കർത്താവേ, ഗ്ലോറി. പാടാം, പാടി ആരാധിക്കാം, വീണ്ടും പാടി ആരാധിക്കാം. കൂരിരുൾ പാതയതോ ആമേൻ. ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കാം. ഗ്ലോറി അപ്പാ, ഗ്ലോറി. സങ്കടങ്ങളിലും കണ്ണുനീരുകളിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു ഞങ്ങൾ. ഈ ആരാധന സമയത്ത് നാളുകളേറെയായി ദുഃഖിച്ച് അയന്ന് വിറച്ചു കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ അവിടുത്തെ മുറിവേറ്റ കരം, വാഴ്ത്തപ്പെട്ട കരം എത്തിത്തൊടണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മത്തായി 4:16, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ പ്രകാശം കണ്ടു, മരണത്തിന്റെ നിഴലിലും കഴിഞ്ഞിരുന്നവർക്കൊരു ദീപ്തി ഉദയം ചെയ്തു. ദൈവത്തിന്റെ തിരുവചനം ഇപ്പോൾ അന്വർത്ഥമാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മത്തായി 4:16, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ പ്രകാശം കണ്ടു, മരണത്തിന്റെ മേഖലയിലും നിഴലിലും കഴിഞ്ഞിരുന്നവർക്ക് ഒരു പുതിയ ദീപ്തി ഉദയം ചെയ്തു. അവയെ സംഭവിക്കട്ടെ. എല്ലാ സങ്കടങ്ങളും കണ്ണുനീരുകളും ദുഃഖങ്ങളും ഭയങ്ങളും ആകുലതകളും നിരാശകളുമെല്ലാം ദൈവമേ അവിടുത്തെ സാന്നിധ്യത്താൽ കഴുകപ്പെടട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോ. വലിയ വിടുതലിന്റെ സമയത്ത് അത്ഭുതങ്ങൾ നിറയട്ടെ കുടുംബങ്ങളിൽ. ആത്മാർത്ഥമായി കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, സ്പർശിക്കണമേ. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വ കർത്താവേ, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ കർത്താവേ, നന്ദി. ചുടസിംഹക്കൊടി ഒട്ടക്കിണർ മരുഭൂമി ജയിലറയിച്ചവാളോ മരണമോ വന്നിടട്ടെ. ആമേൻ, 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 ആമേൻ. പാടി ആരാധിക്കാം. വിശ്വാസത്തോടെ പാടി ആരാധിക്കാം. യേശുവേ,
സന്തോഷം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Glory. ഞാനുണ്ട് അന്ത്യം വരെ. ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്കിന്ന് കരമുയർത്തി സ്തോത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ രോഗികളെ വിടുവിച്ച് അനുഗ്രഹിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. യേശുവേ വിടുതലിന്റെ അനുഗ്രഹം കൊടുക്കുന്നവന് നന്ദി പറയുന്നു. വലിയ പ്രത്യാശയും ആനന്ദപ്പെടുന്ന നിമിഷത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം കർത്താവേ, മഹത്വം, 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 മഹത്വം. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്നും കരയേറ്റിയ ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ പാടി ആരാധിച്ച് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച ദൈവ പ്രവർത്തികളെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, കിണറ്റിൽ നിന്നും ജെറമ്യ ഉയർത്തിയ ദൈവത്തെ കുറിച്ചാണ് നമ്മൾ പാടിയത്. നിന്റെ ചെളിക്കൊണ്ടിൽ നിന്നും കർത്താവ് നിന്റെ കരം പിടിക്കും. ഈ ആരാധനാ സമയത്ത് ഉള്ള തുറക്കട്ടെ, ഉള്ള തുറന്ന് വിശ്വാസത്തോടെ പാടി ആരാധിക്കട്ടെ. എന്റെ പ്രിയ ദൈവ മക്കളെ, യേശുവിത നമ്മുടെ മുമ്പിൽ കരം നീട്ടി നിൽക്കുന്നു. ആ കരത്തിൽ നിന്ന് ചേർന്ന് പിടിക്കാൻ നമുക്ക് വിശ്വാസത്തോടെ പിടിക്കാം. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. എല്ലാ രോഗപീഠകൾക്കും ഉപരിയാണ് അവിടുന്ന്. എല്ലാ പ്രതിസന്ധികൾക്കും ഉപരിയാണ് ദൈവം. മരണത്തെ ജയിച്ച ദൈവം ഇതാ നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വന്നിരിക്കുകയാണ്. ഈ അത്ഭുത നിമിഷങ്ങളിൽ ഓരോ വ്യക്തികളും ദൈവത്തെ തൊട്ടനുഗ്രഹം പ്രാപിക്കട്ടെ. വിശ്വാസത്തിൽ തൊടാം, നമുക്ക് വിശ്വാസത്തിൽ തൊടാം. വിശ്വാസത്തിൽ തൊടുന്ന എല്ലാ ദൈവമക്കളും നിശ്ചയമായും അനുഗ്രഹം പ്രാപിച്ചിരിക്കും. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം നമുക്ക് പ്രാപിക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കർത്താവേ നന്ദി. പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിന് 13 നാം ഇങ്ങനെ കാണുന്നുണ്ട്. ചെങ്കടലിന്റെ കരയിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ പകച്ചു നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിനു വേണ്ടി മോശ തന്റെ വടി നീട്ടുമ്പോൾ സമുദ്രം രണ്ടായി പിളർന്ന് വരണ്ട ഭൂമിയിലൂടെ കാനാൻ ദേശത്തേക്ക് പോകുന്ന ഒരു ജന സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിന്റെ ദുരന്തങ്ങളിൽ നിന്ന് ഈ ചെങ്കടൽ ഭേദിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മളിപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, പാടി ആരാധിക്കാം. ചെങ്കടൽ തീരമതിൽ ആമേൻ, ആമേൻ. നിന്ദാസർ കേണതു പോ ഗ്ലോറി അപ്പാ. ചങ്കിനു നേരെ വരും യേശുവേ. ഭാരം മാറിപ്പോകും. ഗ്ലോറി, ഗ്ലോറി. മാറും കർത്താവേ, മാറും. വിശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഞങ്ങൾ. യേശുവേ മനമിളകാതെ നിന്മനം പറാതെ നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നു ഞങ്ങൾ കർത്താവേ, വിശ്വസിക്കുന്നു. ഗ്ലോറി അപ്പാ, ഗ്ലോറി. നിന്മനം പറാതെ യേശുവേ. വാ. അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ മുറുകെ പിടിക്കുന്നപ്പാ. ഞാനുണ്ട് അന്ത്യം വരെ. ഗ്ലോറി അപ്പാ, ഗ്ലോറി. സാന്നിധ്യത്തിനായി നിന്മനം പറാതെ അന്ത്യം വരെ. ആമേൻ, 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 ആമേൻ. യേശുവേ. മനമിളകുകില്ല. ഉറപ്പാണ് കർത്താവേ, ഉറപ്പാണ്. പതറുകില്ല. Jesus. Oh, loving Jesus. Oh, loving Jesus. വിശ്വാസത്തോടെ ഒന്ന് പറയാമോ? ആ വരികളൊന്ന് പറയാമോ? യേശുവുണ്ട് അന്ത്യം വരെ.
മനം പതറുകില്ല. എന്നോടു കൂടെ എന്നും യേശുവുണ്ടന്ത്യം വരെ. ഞങ്ങളുടെ കൂടെ ചേരാമോ? ചേരാമോ? അതൊരു തുറന്ന് പ്രിയ ദൈവമക്കളെ, ദൈവ സാന്നിധ്യം ഭവനം നിറയുന്നു. പാടി ആരാധിക്കാം. കിടക്കയിൽ നിന്ന് നിമിഷത്തോട് നന്ദി പറയുന്നു. കിടക്കയിൽ നിന്ന് നിമിഷത്തോട് നന്ദി പറയുന്നു. ആരാധിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു. കരമയത്തെ ആരാധിക്കുക, സ്തുതിച്ച് ആരാധിക്കുക. എന്റെ പ്രിയരേ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് രണ്ട് കരമയത്തെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, യേശു കർത്താവാകുന്നു. യേശു കുടുംബത്തിന്റെ കർത്താവാകുന്നു. യേശു എന്റെ കുടുംബത്തിന്റെ കർത്താവാകുന്നു. യേശു എന്നെ സ്വതന്ത്രമാക്കുന്ന കർത്താവാകുന്നു. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഗ്ലോറി. മഹത്വം കർത്താവേ, മഹത്വം. പ്രിയമുള്ളവരെ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ രാത്രി ആരാധനയിൽ നന്ദി കർത്താവേ. സ്വർഗത്തിലെ പിതാവ് നമ്മുടെ ആരാധനയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യമായും പിതാവിന് തൻ്റെ മക്കളോടെന്നതുപോലെ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരോടും അലിവ് തോന്നുന്നു. ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പിതാവിന് തൻ്റെ മക്കളോടെന്നതുപോലെ ദൈവത്തിന് നമ്മൾ തൻ്റെ ഭക്തരായ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കളോട് അലിവ് തോന്നുന്ന ഈ രാത്രിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ആരാധനയിൽ നമ്മുടെ അപ്പനെ ആരാധിക്കുകയാണ്, അപ്പനെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഏറെ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ ആയിരിക്കാം ആമേൻ. നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുക. യേശുവേ, ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ടു, എല്ലാം തകർന്നു, നിലം പരിശായ അവസ്ഥയിലായിരിക്കാം ഈ രാത്രിയിൽ നിങ്ങൾ കുടുംബം ഒന്നിച്ച് ഈ നൈറ്റ് വിജിൽ പങ്കെടുക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവചനത്തില് 30-ാം അധ്യായത്തിന്റെ 19-ാമത്തെ തിരുവചനം, ജെറുസലേമിൽ വസിക്കുന്ന ഇസ്രായേൽ ജനമേ, ആമേൻ. ഇനിമേൽ നിങ്ങൾ കരയുകയില്ല. ഹല്ലേലൂയ. ജെറുസലേമിൽ വസിക്കുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഈ സിയോൻ ജനമേ, ഇനിമേൽ നിങ്ങൾ കരയുകയില്ല. ഹല്ലേലൂയ. അതെ, ഇനിമേൽ നിങ്ങൾ കരയുകയില്ല. യേശുവേ, അവിടുന്ന് നിന്റെ വിലാപസ്വരം കേട്ട് നിനക്ക് ഉത്തരമരുളും, നിന്നോട് കരുണ കാണിക്കും. യേശുവേ, നിന്നോട് ഉത്തരമരുളുന്ന, ആമേൻ. നിന്നോട് കരുണ കാണിക്കുന്ന, യേശുവേ, നിന്റെ വിലാപത്തിന്റെ സ്വരം കേട്ട് നിന്നെ വീണ്ടെടുക്കുന്ന, അതെ, അപ്പനെ പോലെ നിന്നെ സ്നേഹിക്കുന്ന ആ പരമപിതാവിനെ ഈ രാത്രിയിൽ ഞങ്ങളോടൊപ്പം ഒന്ന് ആരാധിക്കാമോ? ആമേൻ. പ്രിയമുള്ളവരെ, പരമപിതാവിന് ആരാധന അർപ്പിക്കുക. ഒരുമിച്ച് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്താം. പരമപിതാവിന്റെ പക്കലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് സ്വർഗീയ പിതാവിനെ നമുക്ക് ആരാധിക്കാം. ഒന്ന് സ്തുതിക്കാം, യേശുവിനെ ഒന്ന് വിളിക്കാം. എല്ലാവരും ഒന്ന് വിളിക്കാമോ? അലിവോടെ, കാരുണ്യത്തോടെ, മക്കൾക്കടുത്ത് സ്വാതന്ത്ര്യത്തോടെ യേശുവിനെ വിളിക്കാമോ? അപ്പാ, പിതാവെ ആരാധിക്കുന്നു, യേശുവെ ആരാധിക്കുന്നു, പരമപിതാവേ ആരാധന, യേശുവെ ആരാധന, യേശുവെ ആരാധന. ഹല്ലേലൂയ. ആനന്ദത്തോടെ, സന്തോഷത്തോടെ കരമടിച്ച് ആരാധിക്കാം. കരമടിച്ച് ആരാധിക്കാം. വലിയ വിശ്വാസത്തോടെ, വലിയ സന്തോഷത്തോടെ പാടി ആരാധിക്കാം. കുടുംബത്തിൽ ആനന്ദമുണ്ടാകട്ടെ. കുടുംബങ്ങളിലായിരിക്കുന്ന പരസ്പരം ഒന്ന് സന്തോഷത്തോടെ പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിയോടെ ആനന്ദത്തോടെ പരമപിതാവിനെ ആരാധിക്കാം. സന്തോഷത്തോടെ ആരാധിക്കാം. എല്ലാം മറക്കുക. വിലാപം സ്വരം കേട്ട് കരുണ കാണിക്കുന്ന ദൈവത്തെ ആരാധിക്കാം.
മടിക്കണ്ട. ദൈവം ഇടപെടും. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം ഈ രാത്രി നമ്മെ സന്ദർശിക്കും. വിശ്വാസത്തോടെ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു. രോഗങ്ങളകിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. ആമേൻ. അനന്തത്തോടെ ഒരു ഇടയനെ പോലെ നമ്മളെ വീണ്ടെടുക്കുന്ന ദൈവം. അതെ, ഒരു മകനും മകളും നശിച്ചു പോകാതെ, അല്ലെങ്കിൽ ഒരു ആട്ടിൻപറ്റത്തിലെ ഒരാട് കുഴിയിൽ വീണാൽ ആ കുഴിയിൽ കിടക്കട്ടെ എന്ന് ഒരിക്കലും ചിന്തിക്കുന്നവനല്ല ഇടയൻ. അതെ, ഒരു ഇടയന്റെ വാത്സല്യത്തോടെ പാപത്തിന്റെ കുഴിയിൽ നിന്നും വീണ്ടെടുക്കുന്ന നല്ല ഇടയനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അമ്മയെ പോലെ നമ്മെ താലോലിക്കുന്ന ദൈവം. ആമേൻ. അമ്മയെപ്പോലെന്നെയോ മരിച്ചു. അപകടവേളയിൽ എത്രയോ പ്രാവശ്യം അമ്മയെപ്പോലെന്നെയോ മരിച്ചു. ഓർത്തുപാടാമോ? അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയമേകിയവൻ. നിത്യമാം ജീവനെ നൽകിടുന്നു. കരങ്ങളുയർത്തി, പരമപിതാവിനു സ്തുതി പാടാം. കരങ്ങളുയർത്തി. അവനല്ലോ ജീവനെ ആരാധിക്കാമോ? ആരാധിക്കാമോ? സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന് പാടി ആരാധിക്കട്ടെ. എല്ലാവരും ചേർന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പാ, ആമേൻ. അപ്പാ, പിതാവേ, അങ്ങയുടെ മക്കൾ സന്തോഷത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ ആരാധിക്കുക. നീ ഞങ്ങളോട് പ്രീതി തോന്നണമേ, ഞങ്ങളുടെ അനുഭവ തോന്നണമപ്പാ. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ ആരാധിക്കുന്നു. ഇടയനെപ്പോലെന്നെ തേടി വന്നു. പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഇടയനെപ്പോലെന്നെ തേടി വന്നു. എത്ര പ്രാവശ്യം പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തരക്തം നമുക്കേകിയവൻ. കരങ്ങൾ ഉയർത്തിയടിക്കാമോ? സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. ഹല്ലേലൂയ. ആരാധിക്കാം. കുടുംബം മുഴുവനും അപ്പനും അമ്മയും മക്കളും എല്ലാം ചേർന്ന് ആരാധിക്കട്ടെ. ആമേൻ. ഈ നൈറ്റ് വിതൽ അനുഗ്രഹത്തിന്റെ രാത്രിയെ മാറും. പിതാവിന് ആരാധന കൊടുക്കുക. സാധുത്വത്തോടെ ആരാധിക്കാമോ? രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി യേശുവിനെ വിളിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ വിളിക്കുക. യേശുവേ ആരാധിക്കുക. യേശുവേ വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശലലലലലലല. പിതാവേ ആരാധന. ഇടയനെ പോലെ അതേ പാപത്തിന്റെ ചേറ്റിൽ നിന്ന് വീണ്ടെടുത്തവനെ, എനിക്ക് വേണ്ടി രക്തം ചിന്തിയവനെ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, അമ്മയെ പോലെ എന്നെ താലോലിക്കുന്നവനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. പിതാവിന്റെ വാത്സല്യം കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ. എല്ലാത്തരം അന്ധകാരങ്ങളും മാറിപ്പോകട്ടെ. ദൈവ സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി സത്യമല്ലേ? പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ നീലം പരിശായി നശിച്ചിടമേ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമമാ. കുമ്പിടാം അവൻ മുൻപിലാദരവാ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമമാ. ആനന്ദത്തോടെ കുമ്പിടാം അവൻ മുൻപിലാദരവാ. ഹല്ലേലൂയ പാടാം മോദമോടെ. അവനല്ലോ നമ്മുടെ രക്ഷാകരൻ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകി. ജീവനോടെ ആരാധിക്കാമോ? പരമപിതാവിനു ഹല്ലേലൂയ പാടി ആരാധിക്കാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു. രോഗങ്ങളകിലവും നീക്കിടുന്നു.
പരമപിതാവിനും സ്തുതി പാടാം. അവനല്ലോ ജീവനെ ശക്തമായി, ശക്തമായി. ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലോട്ട് ഉയർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ 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 ആരാധിക്കാമോ? ഹല്ലേലൂയ 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 ആരാധിക്കാം. ആരാധന ഉയരട്ടെ. ആരാധന ഉയരട്ടെ. ഹല്ലേലൂയ ഗീതങ്ങൾ ഉയരട്ടെ. ഹല്ലേലൂയ ഗീതങ്ങൾ കുടുംബങ്ങൾ ഉയരട്ടെ. പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവൻ, ജീവൻ നിറയട്ടെ. നിരാശ മാറട്ടെ. സ്തുതിക്കാമോ? സ്തുതിക്കാമോ? കരങ്ങൾ ഉയർത്താമോ? ഇരു കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. യേശുവേ, സ്വർഗീയ പിതാവേ, എന്റെ അപ്പായേ, 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 അപ്പാ എന്ന് വിളിക്കാമോ? അപ്പാ എന്ന് അതിർന്ന് തുറന്ന് അപ്പാ എന്ന് വിളിക്കാമോ? അപ്പായേ, അപ്പാ, സ്വർഗീയ അപ്പാ, അപ്പാ, അതിന് തോന്നണമേ, കരങ്ങൾ പിടിക്കണമേ, ഈ രാത്രിയിൽ അവിടുന്ന് അനേകരെ തൊടണമേ, കുടുംബങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. യേശുവേ, ശബാനലം ബിയറലം, ശിബിയലം തബിയറം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വലിയൊരു സാന്നിധ്യത്തിൽ നമ്മുടെ കുടുംബം നിറഞ്ഞു നിൽക്കുകയാണിപ്പോൾ. ഈ നിമിഷങ്ങളിൽ എല്ലാവരും കണ്ണുകൾ അടച്ച് ഈശോയുടെ ആ വലിയ ശക്തി ഒന്ന് സ്വീകരിക്കണമേ. വലിയ ദൈവിക സാന്നിധ്യത നമ്മുടെ ഭവനം നിറഞ്ഞു നിൽക്കുന്നു. ആരാധിച്ച ജനസമൂഹത്തിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിരിക്കുന്നു. ഭവനങ്ങൾ സ്വതന്ത്രമായി കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിലേക്ക് കണ്ണുനീരോടെ കരമേറ്റ് നമുക്ക് നന്ദി പറയാം. ദൈവത്തിന്റെ അത്ഭുത വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷതയോടെ നന്ദി പറയാം. കർത്താവേ, ആമേൻ, ആമേൻ, ആമേൻ. ഓ യേശുവേ, രോഗികളെ സുഖപ്പെടുത്തുന്ന സാന്നിധ്യത്തിന് സ്തോത്രം കർത്താവേ. ഓ യേശുവേ, അനേക രോഗികളെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുന്ന സ്നേഹത്തിന് നന്ദി. കർത്താവേ, 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 ഉള്ള തുറന്ന് വിളിച്ച് പ്രാണി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. വലിയ വിടുതലുകൾ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന സമയമായിട്ട് നമ്മൾ സ്വീകരിക്കണം. കുടുംബത്തിന്റെ കെട്ടുകളടിക്കുന്ന ഒരു ദൈവം നമ്മുടെ കുടുംബത്തിൽ വന്ന് നിറഞ്ഞു വസിക്കാൻ പോകുന്നു, വസിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദിയപ്പാ, നന്ദിയപ്പാ. അപ്പാ, നന്ദി. അപ്പാ, നിന്റെ മക്കളെ അപ്പുറത്തലിവോടെ തൊടുന്നല്ലോ. അനേക കുടുംബങ്ങളിലേക്ക് അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നല്ലോ. അപ്പാ, ആരാധന. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ആരാധിക്കുന്നവേ, ഞങ്ങളുടെ കുടുംബത്തിലെ മക്കളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കാരുണ്യം, കാരുണ്യം. മാരക രോഗത്തിന്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കണ്ണുനീരുകൾ എടുത്തു മാറ്റുന്ന ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. Thank you, Jesus. Thank you very much. കണ്ണുനീര് Thank you തുടച്ച് very much. ഞങ്ങളുടെ കുടുംബങ്ങളെ സ്വതന്ത്രമാക്കിയ സ്നേഹത്തിന് നന്ദി. ചലിക്കുന്നവരാണ്. നന്ദി. Thank you. ഞങ്ങളുടെ കണ്ണുനീരുകൾ എടുത്തു മാറ്റിയ ദൈവമേ, അങ്ങേക്ക് കൊടാനുകൂടി നന്ദി. Jesus.
അപ്പാ നന്ദി നന്ദി അപ്പാ നന്ദി വിടിവെച്ച് അനുഗ്രഹിച്ച കാരുണ്യത്തിനും സ്നേഹത്തിനും കരുതലിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. 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 ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നാം സമ്പന്നമായിരിക്കുന്നു. Glory. തുടർന്ന് നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് കർത്താവിന് നന്ദിയുള്ളവരായിട്ട് വ്യാപരിക്കാം. ദൈവം തുടർന്ന് നമ്മളെ സമർത്ഥമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 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 ആമേൻ.